ഹലോ ഗൈസ്, നമ്മൾ നാറ്റാൽ അമ്പലത്തിൽ പൊങ്കാലിടാൻ വേണ്ടി പോവാണ്. പോകുന്നത് ബസ്സിലാണ് പോകുന്നത്. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം അവിടെ എത്തി. ഞങ്ങൾ ഉച്ചയ്ക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടെ എത്തി. അവിടെ ചെന്ന് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി ഞങ്ങൾ. പിന്നെ ആണെങ്കിൽ നേരെ ഓട്ടോ പിടിച്ച് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾ എല്ലാ പ്രാവശ്യം അവിടോട്ട് തന്നെ പോയി. ഈ ഒരു പള്ളിയുടെ ഇവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ. പിന്നെ നേരെ മുടിയൊക്കെ കെട്ടി മുഖമൊക്കെ കഴുകി ഞങ്ങൾ ഇവിടെ എല്ലാം തെണ്ടിത്തിരിയാനായിട്ട് ഇറങ്ങി. അവിടെ ആണെങ്കിൽ നിറച്ച ആൾക്കാരായിരുന്നു. മൊത്തം റോഡ് ഫുള്ള് ആൾക്കാരായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് നടന്നത്. കാരണം അമ്പലത്തിൽ തൊഴാൻ ആൾ കുറവാണെങ്കിൽ തൊഴാന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ ഭയങ്കര ആളായതുകൊണ്ട് തൊഴാതെ വെളിയിൽ നിന്ന് തന്നെ തൊഴുതിട്ട് ഞങ്ങൾ പോയിരുന്നു. പിന്നെ ആണെങ്കിൽ പൊങ്കാലിക്കുള്ള 40 ദിവസത്തെ പൊങ്കാലിക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. അവിടെ തന്നെ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ. അന്നേരം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചെല്ലാം. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കിത് പറയുന്ന പേരൊന്നും തന്നോടാ. പിറ്റേ ദിവസം പൊങ്കാലയുടെ ദിവസം ഞാൻ എല്ലാവരും എഴുന്നേറ്റായിട്ടാണ് എഴുന്നേറ്റ്. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി വൃത്തിയായിട്ട് ഇറങ്ങി. പിന്നെ അമ്മേൻ്റെ അടുത്ത് പാത്രം വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഈ ഒരു പാത്രവും വെളിയിൽ പോയി വാങ്ങിച്ച്. പിന്നെ അതാണ്ട് ഇവിടെയാണ് അമ്മ ഇരുന്ന് പൊങ്കാല ഇടുന്നത്. അത്യാവശ്യം തണുതളോടായിരുന്നു. പിന്നെ വീണ്ടും വെളിയിലോട്ട് പോയി ഈ ചുമ്മാ നടക്കാനായിട്ട്. പിന്നെ ആണെങ്കിൽ വിശന്നപ്പോൾ ഞാൻ പിന്നെ ഒരു 7 വാങ്ങിച്ച് ചെറുതൊരെണ്ണം മേടിച്ച് കുടിച്ച്. പിന്നെ വീണ്ടും കിടന്ന് വെയിലത്ത് വട്ട്. പിന്നെ ആണെങ്കിൽ ഇതാണ്ട് ഈ ഒരു മാവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പിച്ചിപ്പൂ വാങ്ങിച്ച് തല വെച്ച്. വല്ലപ്പോഴൊക്കെ അല്ലേ, അതുകൊണ്ടൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ആണെങ്കിൽ ഒന്നാമതേ മുടിഞ്ഞ വെയിലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പുകയും കൊട്ടപ്പോഴത്തേനും ഇത് പൂർത്തിയായി. ഞാൻ ഈ വീട്ടിൽ സമാധാനത്തോടെ കയറി വന്നു. പിന്നെ റോഡിലോട്ടൊക്കെ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നിറച്ചത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി സാധനം എല്ലാം എടുത്ത് ട്രെയിന് പോകാനാണ് വിചാരിച്ചത്. ട്രെയിന് പോകാനായിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നപ്പോഴാണെങ്കിലും അതിനേക്കാട്ടിലും തെള്ളും ഇടിയും ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ ട്രെയിനകത്ത് എങ്ങനെയാണ്ടൊക്കെ വലിഞ്ഞ് പിടിച്ച് ഞങ്ങൾ രണ്ടോടെ കയറി. ആദ്യമേ സീറ്റൊന്നും കിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിൽ വണ്ടിക്ക് കുറച്ച് സീറ്റുള്ളതുകൊണ്ട് ഞാൻ അവിടെ വലിച്ച് പിടിച്ച് കയറിയിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കരുനാഗപ്പള്ളിയിലെത്തി. അന്നേരം വീട്ടിൽ പോയി